الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിത ഇടപാടുകളിലുടനീളം പാലിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിൽ ജനിക്കാനും വളരാനും ജീവിക്കാനുമൊക്കെ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തുൽ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരെന്ന നിലക്കാണ് നമ്മൾ മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരമാധികാരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാമെന്നും അത്തരമൊരു ജീവിതത്തിലുള്ള പ്രായോഗിക ജീവിത മാതൃക അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കാമെന്നുമാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഷഹാദത്ത് പ്രഖ്യാപനം വഴി നമ്മൾ അല്ലാഹുവിനോട് കരാർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്ത ഈ കരാർ, പടച്ചവനോട് ചെയ്ത ഈ കരാറിന്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും, നമ്മുടെ കരാറിനോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചായിരിക്കും നമ്മുടെ അന്തിമമായ വിജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക. പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആദർശ പ്രഖ്യാപനത്തിൽ സത്യസന്ധത പുലർത്തിയില്ലെങ്കിൽ പടച്ചവനോ അവന്റെ ദീനിനോ ഒന്നും സംഭവിക്കുകയില്ല. അത് മുഖേന സംഭവിക്കുന്ന എല്ലാ നഷ്ടവും നമ്മൾ ഓരോരുത്തർക്ക് മാത്രമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മക്ക ജീവിത വിജയത്തിന് ശേഷം, മക്കം ഫതഹിന് ശേഷം മക്കയുടെയും മദീനയുടെയും ഒക്കെ സമീപത്തുള്ള ഗോത്രങ്ങളിൽ പലരും അനുകൂലമായ അന്തരീക്ഷത്തിൽ വലിയ ആദർശ പ്രതിബദ്ധതയൊന്നും കൂടാതെ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അവരിൽ ചിലരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ഞങ്ങൾ ബലപ്രയോഗമൊന്നും കൂടാതെ തന്നെ ഇസ്ലാമിൽ കടന്നു വന്നത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വലിയ
ശ്രമകരമായ പരിശ്രമങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പ്രവാചകനോടും ദീനിനോടും എന്തോ ഒരു ഔദാര്യം ചെയ്തിരിക്കുകയാണെന്ന മട്ടിൽ അവർ സംസാരിക്കുകയും അതിന്റെ പേരിൽ റസൂലുള്ളാഹിയോട് ചില ആനുകൂല്യങ്ങളൊക്കെ അവർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാം സ്വീകരിച്ചത് എന്തോ ദീനിനോട് ചെയ്ത എന്തോ ഒരു ഔദാര്യമാണെന്ന്, പടച്ചവനോട് കാണിച്ച എന്തോ ഒരു ഔദാര്യമാണെന്ന രീതിയിൽ അവർ സംസാരിക്കുകയുണ്ടായി. ഈ ഒരു സന്ദർഭത്തിൽ അവരുടെ ആ നിലപാടിലെ അന്തക്കേടുകൾ അനാവരണം ചെയ്തുകൊണ്ട് അവരുടെ അവകാശവാദത്തിലെ അർത്ഥശൂന്യത തുറന്നു കാണിച്ചുകൊണ്ട് പടച്ച റബ്ബ് പറയുകയുണ്ടായി, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. അവർ ഇസ്ലാം സ്വീകരിച്ചത് താങ്കളോടുള്ള ഔദാര്യമായി അവർ എടുത്തു പറയുന്നു. എന്നാൽ പ്രവാചകരെ അവരോട് പറഞ്ഞേക്കുക, ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് ഒരു ഔദാര്യവും ചെയ്തിട്ടില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും, അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ നിങ്ങളോട് വലിയ ഔദാര്യം കാണിച്ചിരിക്കുന്നത്. അൻ ഹദാകും ലിൽ ഈമാൻ, ഈ ഹിദായത്തിലേക്ക് വഴി നടത്തുക വഴി പടച്ച റബ്ബ് നിങ്ങളോട് ഔദാര്യം ചെയ്തിരിക്കുകയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞെളിയേണ്ടതില്ല. അനേക കോടി ജനങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള പാത തെരഞ്ഞെടുക്കാൻ പടച്ച റബ്ബ് അവസരം നൽകുക വഴി നമ്മോടും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഔദാര്യം ചെയ്തിരിക്കുകയാണ്. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവനെ ആശ്രയിക്കേണ്ടവരാണ്. മനുഷ്യർ മുഴുവനും പടച്ചവനെ ആശ്രയിക്കേണ്ടവരും അല്ലാഹു ആകട്ടെ നമ്മുടെ ആരുടെയും ഒരാശ്രയവും ആവശ്യമില്ലാത്തവരുമാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ അടുത്ത് കേവലം ഫഖീറുകൾ മാത്രമാണ്. വല്ലാഹു ഹുവൽ വലിയുൽ ഹമീദ്, അല്ലാഹു ആകട്ടെ സ്വയം സ്തുത്യർഹനും എല്ലാവരും ആശ്രയിക്കേണ്ടവരുമാണ്, സ്വയം പര്യാപ്തനുമാണ്. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ, പടച്ചവനോട് നിങ്ങൾ ചെയ്തിട്ടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ അല്ലാഹുവിന് എന്തെങ്കിലും ഒരു കോട്ടം തട്ടുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ടതില്ല. നിങ്ങൾ അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ചില്ലെങ്കിൽ പടച്ചവന്റെ ദിവ്യത്വം നഷ്ടപ്പെടുമെന്നും നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. നമ്മൾ അല്ലാഹുവിന്റെ ആശ്രിതർ മാത്രമാണ്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആവശ്യമായ സകല സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത് പടച്ച റബ്ബിന്റെ വലിയ ഔദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ദീൻ ഇതുപോലും അല്ലാഹുവിന്റെ കാരുണ്യമായി നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് നമ്മുടെ തന്നെ ഉഖറവിയും ദുനിയവിയുമായ വിജയമാണ് അതുകൊണ്ട് അല്ലാഹു ലക്ഷ്യമാക്കിയിരിക്കുന്നത്. നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ, നമ്മൾ അല്ലാഹുമായി ചെയ്ത ഈ കരാർ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ എല്ലാ നഷ്ടവും നമുക്ക് തന്നെയാണ്. പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരു നഷ്ടവും അല്ലാഹുവിന് സംഭവിക്കുകയില്ല. കാരണം വല്ലാഹു ഹുവൽ വലിയുൽ ഹമീദ്, അല്ലാഹു സ്വയം പര്യാപ്തനാണ്, അതോടൊപ്പം അവൻ ഏറെ സ്തുത്യർഹനുമാണ്. വലിയുൽ ഹമീദും അല്ലെങ്കിൽ ഹമീദും വലിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ വലിയ സമ്പന്നനാണ്, പക്ഷെ അയാളുടെ സമ്പത്ത് കൊണ്ട് മറ്റൊരാൾക്കും ഒരു ഉപകാരവും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ വലിയാണ്, പക്ഷേ അയാൾ ഹമീദാവുകയില്ല. അയാൾ വലിയായതിന്റെ കൂടെ ഹമീദ് കൂടിയായി തരണമെങ്കിൽ മറ്റൊരാളിൽ നിന്നും ഒരു പ്രതിഫലവും ആഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നവനാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ഗുണങ്ങളിലും സമ്പൂർണനാണ്. പടച്ച റബ്ബ് നമ്മളിൽ നിന്നൊന്നും സ്വീകരിക്കാതെ തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ ഭൂമിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് മുതൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സൗകര്യങ്ങളും സകല അനുഗ്രഹങ്ങളും പടച്ചവൻ അവന്റെ ഔദാര്യമായി നമുക്ക് ലഭിച്ചതാണ്. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ പിറന്നു വീഴുമ്പോൾ ഒന്നും കൊണ്ടുവന്നതുമല്ല. എന്നാൽ ഈ ദീനിന് വേണ്ടി നിലകൊള്ളാനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം, റബ്ബുമായി ചെയ്ത കരാറിനോട് നമ്മൾ നീതി പുലർത്തണം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പടച്ചവൻ എന്തെങ്കിലും പ്രത്യുപകാരം നൽകുക എന്ന നിലക്കല്ല, മറിച്ച് അത് നമ്മുടെ തന്നെ ഹൈറിന് വേണ്ടിയാണ്. ഈ അല്ലാഹു വീണ്ടും പറയുകയാണ്, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ നീക്കിക്കളഞ്ഞു തൽസ്ഥാനത്ത് മറ്റൊരു സൃഷ്ടിയെ കൊണ്ടുവരാൻ, ഒരു പുതിയ സൃഷ്ടിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അவ்விதം പ്രവർത്തിക്കുക എന്നത് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രയാസമുള്ള സംഗതിയല്ല.
നമ്മുടെ നിസ്സഹായതയുടെ മറ്റൊരു വശത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്ന ജീവിത സൗകര്യങ്ങൾ, അല്ലാഹു റബ്ബിന് നമ്മെ ഇവിടെ നിന്നും ഇല്ലാതാക്കാനും വളരെ നിഷ്പ്രയാസം കൊണ്ട് ഒരു സൂചന മാത്രം മതി അല്ലാഹുവിന് നമ്മളെ ഇവിടെ നിന്നും ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. നമുക്ക് നൽകിയിട്ട മുഴുവൻ അനുഗ്രഹങ്ങളെയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ, നമ്മളെ തന്നെ ഇവിടെ നീക്കിക്കളയാൻ, പകരം മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരാൻ പടച്ച റബ്ബിന് ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. അവസരങ്ങളെ നമ്മുടെ തന്നെ ഹൈറിന് വേണ്ടി, പടച്ചവന് ഉപകാരം നൽകുക എന്ന നിലക്കല്ല, നമ്മുടെ തന്നെ ഹൈറിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അതിന് സന്നദ്ധരാകാതെ കടന്നുപോയ സമൂഹങ്ങൾ, അവരുടെയൊക്കെ നാശത്തിന് കാരണമായ നിലപാടുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കണം. പടച്ച റബ്ബ് ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിനെ അതിൽ നിന്ന് തടയാനോ പടച്ചവന്റെ കൈപിടിക്കാനോ ഒരു ശക്തിയും നമുക്ക് തുണയായി ഉണ്ടാവുകയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു മാളത്തിൽ നിന്നും കുറെ ഉറുമ്പുകൾ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട്, ഒരു മാളത്തിൽ നിന്നും ഒരുപാട് ഉറുമ്പുകൾ ഒന്നിച്ച് പുറത്തിറങ്ങിയിട്ട് തീരുമാനിക്കുകയാണ്, ഇവിടെ ഈ രാജ്യത്ത് ഞങ്ങൾ തന്നെയാണ് ഭരണാധികാരികൾ, ഇവിടെ ഒരു ഭരണാധികാരിയും വേറെയില്ല, ഇവിടെ ഞങ്ങൾ തന്നെയാണ് അധിപതികൾ എന്ന് തീരുമാനിച്ച ഒരു കൂട്ടം ഉറുമ്പുകൾ അവരുടെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ സഞ്ചരിച്ചാൽ ആ ഉറുമ്പുകളെ നേരിടാൻ വേണ്ടി ഇവിടുത്തെ സൈന്യം അവരുടെ അടുത്തേക്ക് മാർച്ച് ചെയ്യുകയില്ലല്ലോ. പ്രിയമുള്ളവരെ, അതിനേക്കാൾ നിസ്സാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് മനുഷ്യരാകുന്ന നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് മതി, ഒരു സെക്കൻഡ് പോലും പടച്ചവൻ ആവശ്യമില്ല നമ്മെ മുഴുവനും ഇവിടെ നിന്ന് നിഷ്പ്രയാസം ഇല്ലാതാക്കുവാൻ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യത്തെ കുറിച്ച് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ. ഒരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല. ഓരോരുത്തരും അവരവരുടെ കർമ്മഭാരം സ്വയം തന്നെ ചുമക്കേണ്ടി വരും. ദുനിയാവിൽ ഒരുപക്ഷെ മറ്റു പലരും നമ്മുടെ ഭാരം വഹിക്കാറുണ്ട്, നമ്മെ പല നിലക്കും നമ്മുടെ ഭാരം വഹിക്കാൻ മറ്റു പലരും സഹായിക്കാറുണ്ട്. പക്ഷേ ഓരോരുത്തരും അവരുടെ അമലുകളുടെ ലഗേജ് സ്വയം തന്നെ വഹിക്കേണ്ടി വരുന്ന ഒരു നാളെ നിങ്ങൾക്ക് വരാനുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളുടെ ഭാരം മറ്റാരെങ്കിലും വഹിച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവമല്ല. ഭാരം ചുമത്തപ്പെട്ടവർ അത് താങ്ങുന്നതിന് വേണ്ടി, അതൊന്നും സഹായത്തിന് വേണ്ടി നിലവിളിച്ചാൽ ഒരാളും ഏറ്റെടുക്കാൻ വരികയില്ല. അവർ നിങ്ങളുടെ എത്ര അടുത്ത ബന്ധുക്കളായാലും ശരി, ഒരാളും നിങ്ങളുടെ അമലുകളുടെ ഭാരം, നിങ്ങളുടെ കർമ്മഭാരം വഹിക്കാൻ ഒരാളെയും നിങ്ങൾക്ക് കിട്ടുകയില്ല. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനമായി ഇറങ്ങിത്തിരിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കൂടെ നിന്ന് കൊച്ചു സംഘത്തെ നോക്കിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ ഒരിത്തിരി അഹങ്കാരത്തോടുകൂടി പരിഹാസത്തോടുകൂടി പറഞ്ഞിരുന്നു, എന്തിനാണ് നിങ്ങൾ ഈ പുത്തൻ പ്രസ്ഥാനത്തിൽ ചേർന്നത്? നിങ്ങൾ ഈ പുത്തൻ പ്രസ്ഥാനം അങ്ങ് ഉപേക്ഷിച്ചേക്ക്, എന്നിട്ട് നിങ്ങൾ പൂർവിക മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായാലും അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇനി മുഹമ്മദ് പറയുന്നത് പോലെ ഒരു രക്ഷയും ശിക്ഷയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരാളും ഉണ്ടാവുകയില്ല, ആർക്കും നിങ്ങളെ സഹായിക്കാനോ ഏറ്റെടുക്കാനോ കഴിയില്ല. ഇപ്പൊ പടച്ചവന്റെ ദീനിൽ നിന്ന്, അതിന്റെ താല്പര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് പലരും ഉണ്ടാകും. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോ അതിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാനും നിങ്ങളെ മറ്റു പല പ്രലോഭനങ്ങളും നൽകിക്കൊണ്ട് നിങ്ങളെ സ്വാധീനിക്കാനും പലരും ശ്രമിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ഈ ദുനിയാവിന് ശേഷം വരാനിരിക്കുന്ന ഒരു വിചാരണയിൽ നിങ്ങളുടെ ഈ അമലുകളുടെ ഭാരം വഹിക്കാൻ ഒരാളും നാളെ ഉണ്ടാവുകയില്ല. അവനവൻ തന്റെ കർമ്മഭാരം ചുമക്കേണ്ടി വരുന്ന നാളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ആ ദിനത്തിൽ ഓരോരുത്തരുടെയും ചിന്ത അവനവന്റെ നഫ്സിനെ കുറിച്ച് മാത്രമായിരിക്കും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി. മാതാപിതാക്കളിൽ നിന്ന് ഓടിയകലുന്ന ദിവസമാണത്. സഹോദരി സഹോദരങ്ങളിൽ നിന്നും ഇണതുണകളിൽ നിന്നുമൊക്കെ മനുഷ്യൻ ഓടിയകലുകയും ഓരോരുത്തരും അവനവന്റെ നഫ്സിനെ കുറിച്ച് മാത്രം വേവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരു നാളെയായിരിക്കും അത്. പക്ഷേ ഈ നാളെയെ കുറിച്ച് പ്രവാചകരെ ഇപ്പോൾ അവർക്ക് താങ്കൾ പറയുന്നത് വേണ്ടത്ര ബോധ്യപ്പെട്ടെന്ന് വരികയില്ല. ഇന്നമാ തുൻദിറുല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി വ അഖാമുസ്സലാ. താങ്കൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നറിയിപ്പുകൾ ഉപകാരപ്പെടുന്നവർ സമൂഹത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്.
അവരുടെ പ്രത്യേകത എന്താണ്? യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി വഅഖാമുസ് സ്വലാ. അവരുടെ പ്രത്യേകത തങ്ങളുടെ നാഥനെ, ഗൈബിയായ വിശ്വാസം, തങ്ങളുടെ നാഥനെ കാണാതെ തന്നെ അവർ ഭയപ്പെടുന്നവരും ഇഖാമത്തുസ് സ്വലാത്തിന്റെ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കുന്നവരുമാണ് അവർ. അവർക്ക് പ്രവാചകരെ താങ്കളുടെ മുന്നറിയിപ്പുകൾ, താങ്കളുടെ ഓർമ്മപ്പെടുത്തലുകൾ, അവരുടെ നിസ്സാരതയെക്കുറിച്ചും സൃഷ്ടാവിന്റെ മഹത്വത്തെക്കുറിച്ചുമുള്ള അവർ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഒറ്റക്കൊറ്റയ്ക്ക് കർമ്മഭാരം വഹിക്കേണ്ടി വരുന്ന ഒരു നാളെക്കുറിച്ചുള്ള താങ്കളുടെ മുന്നറിയിപ്പുകൾ അത്തരം ആളുകൾക്കേ പ്രയോജനപ്പെടുകയുള്ളൂ. അദൃശ്യ യാഥാർത്ഥ്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ. പ്രിയമുള്ളവരെ, നമ്മളും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരാണ്. പടച്ചവനും പരലോകവും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളൊക്കെ പറയുക, അല്ലേ? എന്നാൽ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിധത്തിൽ, നമ്മുടെ ജീവിത ഇടപാടുകളെ നിയന്ത്രിക്കുന്ന വിധത്തിൽ പടച്ചവനും പരലോകവും ഒക്കെ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ മാറുന്നില്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താവുമെന്ന് ചോദിച്ചാൽ ഈ ജീവിതത്തെ നമ്മൾ വളരെ നിസ്സാരമായി കാണും. നമ്മുടെ ആയുസ്സിനെയും നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെയും ഒക്കെ നമ്മൾ വളരെ നിസ്സാരമായി മനസ്സിലാക്കും. എല്ലാറ്റിനോടും ഒരു ലാഘവ സമീപനം ഉണ്ടാകും. ജീവിതത്തെ ഗൗരവമായി സമീപിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന, നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഈമാൻ നമുക്കുണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി യഖീനൻ സ്വാദിഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനോട് പതിവായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. പടച്ചവനെ, നീ എനിക്ക് ഈമാൻ, ഞാൻ നിന്നോട് ഈമാനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി, എന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന, എന്റെ മനസ്സിന് സംതൃപ്തി നൽകുന്ന ഈമാനിനെ പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. യഖീനൻ സ്വാദിഖൻ, സത്യസന്ധവും ദൃഢവുമായ ഈമാൻ, കലർപ്പില്ലാത്ത ഈമാൻ, കളങ്കമില്ലാത്ത ഈമാൻ. അത്തരത്തിലുള്ള ഈമാൻ എന്ന് പറയുന്നത് കേവലം അറിവ് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന സംഗതിയല്ല. അറിവിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്, മഹനീയമായ പദവിയുണ്ട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അഅ്തിനി ഈമാനൽ അജൂസ്, പടച്ചവനെ നീ എനിക്ക് വൃദ്ധയുടെ ഈമാൻ നൽകണമേ, കിഴവിയുടെ ഈമാൻ തരണമേ. എന്താണ് കിളവിയുടെ ഈമാൻ എന്ന് പറയുന്നത്? രണ്ടാം ഖലീഫ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ നീ എനിക്ക് വൃദ്ധയുടെ, കിളവിയുടെ ഈമാൻ തരണമേ. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ നമുക്കും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. പാതിരാത്രിയിൽ അല്ലെങ്കിൽ രാവിന്റെ അന്ത്യയാമങ്ങളിൽ മക്കളെയും മരുമക്കളെയും ഒക്കെ ശല്യം ചെയ്യാതെ എഴുന്നേറ്റുകൊണ്ട് ചുമയും തണുപ്പുമൊക്കെ മറ്റ് അസുഖങ്ങളുമൊക്കെ അവഗണിച്ചുകൊണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒതു എടുത്ത് നമസ്കരിക്കുന്ന വല്യമ്മമാരുള്ള വീടുകൾ ഉണ്ടാകും. അവരോട് അള്ളാഹു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മോനെ എന്ന് പറയാനല്ലാതെ ഒരുപക്ഷെ യുക്തിവാദികൾക്ക് യുക്തിയുടെ പിൻബലത്തിൽ പടച്ചവന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കാനൊന്നും അവർക്ക് കഴിയുമെന്നില്ല. പക്ഷേ അത് വൈബിലുള്ള ഒരു ഉറച്ച വിശ്വാസമാണ്. അവർക്ക് വൈബിൽ അള്ളാഹുവിലുള്ള ഒരു അടിയുറച്ച വിശ്വാസമാണ്. അതാണ് വൈബിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ദൃഢമായ ഈമാൻ എന്ന് പറയുന്നത്. ശരീരം എത്ര പ്രയാസപ്പെട്ടാലും ആ പടച്ചവന് കീഴ്പ്പെടാനുള്ള, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ഒരു ബോധ്യമാണ്. നമസ്കാരം മുറപ്രകാരം അതിന്റെ ചൈതന്യത്തോടു കൂടി നിലനിർത്തുകയും ചെയ്യുന്നവർ, പ്രവാചകരെ ഇങ്ങനെ കാണാതെ തന്നെ തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുകയും ഇഖാമത്തു സ്വലാത്തിന്റെ വിഷയത്തിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നവർക്കാണ് താങ്കളുടെ ഉണർത്തലുകൾ പ്രയോജനം ചെയ്യുക. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വമൻ തസക്ക ഫഇന്നമാ യതസക്ക ലിനഫ്സി. ആരെങ്കിലും വിശുദ്ധി നേടുന്നുവെങ്കിൽ, ആരെങ്കിലും ജീവിതത്തെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്നുവെങ്കിൽ അത് അവർക്ക് തന്നെ വേണ്ടിയാണ്. ജീവിതത്തെ സംസ്കരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തന്റെ വാക്കിലും വിശ്വാസത്തിലും പ്രവൃത്തിയിലും നിലപാടുകളിലും ഇടപാടുകളിലും ബന്ധങ്ങളിലും അവിടെ നിന്ന് അങ്ങോട്ട് സകല ജീവിതം കടന്നു പോകുന്ന സകല മേഖലകളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതത്തെ വിശുദ്ധിയുടെ മാർഗത്തിൽ മുന്നോട്ട് നയിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ വേണ്ടിയാണ്, സ്വന്തത്തിന് വേണ്ടി തന്നെയാണ്. നമ്മളാരും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല, പടച്ചവൻ എന്തെങ്കിലും ഔദാര്യം ചെയ്യുകയാണെന്ന വിചാരത്തോടു കൂടി. നമ്മളാരും ആ ദീനിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ ആധിപത്യം ഒരിക്കലും തകർന്നു പോവുകയോ അവന്റെ അധികാരം നഷ്ടപ്പെട്ടു പോവുകയോ അവന്റെ ദീൻ ഇവിടെ നാമാവശേഷിപ്പോയി പോവുകയോ ഒരിക്കലും സംഭവിക്കുകയില്ല. അള്ളാഹ് പറയാണ്, നമുക്ക് വേണമെങ്കിൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, കാലാകാലവും ഇവിടെ കഴിയാമെന്ന് നമ്മൾ ആരും
വിചാരിക്കേണ്ടതില്ല. ഇലല്ലാഹിൽ മസീർ, ആ പടച്ചവനിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങി ചെല്ലാനുള്ളത്. സമാനമായ പല പദപ്രയോഗങ്ങളിൽ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സി, ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, ആ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി, ഈ ദീനിനെ ഇതര ജനങ്ങൾക്ക് മുമ്പിൽ ആ ദീനിന്റെ സാക്ഷികളാകുന്നതിന് വേണ്ടി ആര് പണിയെടുത്താലും പരിശ്രമിച്ചാലും അവർ സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് പണിയെടുക്കുന്നത്. വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ അവർ സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസികും, നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചതിന് ശേഷം, അതായത് മനുഷ്യന്റെ നിസ്സാരത, പടച്ചവന്റെ മഹത്വം, മനുഷ്യൻ അഭിമുഖീകരിക്കാനിരിക്കുന്ന പരലോകത്തവന്റെ കർമ്മഫലം, അതൊക്കെ ഒറ്റക്കൊറ്റക്ക് അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥ, ഇതൊക്കെ തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയുടെയും നിഷേധിയുടെയും വർത്തമാനത്തിന്റെയും ഭാവിയുടെയും കാര്യത്തിൽ സംഭവിക്കുന്ന അന്തരങ്ങൾ പല ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുകയാണ് ഈ ആയത്തുകൾക്ക് ശേഷം സംഭവിക്കുന്നത്. വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ, തീർച്ചയായും കുരുടനും കാഴ്ചയുള്ളവരും തുല്യമാവുക സാധ്യമല്ല. അന്ധനും കാഴ്ചയുള്ളവരും തുല്യമാവുക സാധ്യമല്ല. ഒരാൾ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചിരിക്കുന്നു. എന്താണ് എന്റെ ജീവിതം? എന്തിനാണ് എന്റെ ജീവിതം? ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ ലോകത്ത് ഞാൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്? എന്താണ് എനിക്കിവിടെ നിർവഹിക്കാനുള്ള ദൗത്യം? പരിമിതമായ എന്റെ ആയുസ് എന്തിനു വേണ്ടി ഞാൻ പ്രയോജനപ്പെടുത്തണം? ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരാളും ഇത്തരം സംഗതികളുടെ നേരെ വളരെ പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുന്നവരും ഒരിക്കലും സമമാവുക സാധ്യമല്ല. കണ്ണു തുറന്ന് നോക്കുന്നവർ തന്റെ അകത്തും പുറത്തുമുള്ള സകല സംഗതികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. മറ്റേയാൾ കേവലം ഊഹാപോഹങ്ങളുടെയും സങ്കല്പങ്ങളുടെയും അന്ധകാരത്തിൽ ജീവിതത്തെ തളച്ചിടും. വിശുദ്ധ ഖുർആനിൽ നിന്നും വെളിച്ചം സ്വീകരിക്കാൻ അവർ സന്നദ്ധമാവുകയില്ല. പ്രകാശം പ്രസരിക്കുന്ന പ്രവാചക ദീപത്തിനടുത്ത് വരാൻ പോലും അവർ സന്നദ്ധരാവുകയില്ല. അല്ലാഹു പറയാണ്, ഈ രണ്ടുപേരുടെയും നിലപാടുകൾ ഒരിക്കലും തുല്യമാവുക സാധ്യമല്ല. വല ദുലുമാതു വല നൂർ, ഇരുട്ടും വെളിച്ചവും സമമാവാത്തതുപോലെ ഇരുട്ടും വെളിച്ചവും തുല്യമാവുക സാധ്യമല്ലല്ലോ. കൂരിരുട്ടിൽ വഴിയറിയാതെ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്നവരും പടച്ചവന്റെ പ്രകാശത്തിൽ നേരായ പാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നവരും ഒരിക്കലും സമമാവുക സാധ്യമല്ല. വല ദില്ലു വലൽ ഹറൂർ, ശീതള ഛായയും ചുട്ട വെയിലും ഒരിക്കലും സമമല്ല. പടച്ചറപ്പിന്റെ കാരുണ്യത്തിന്റെ തണലിൽ ആ ശീതള ഛായയിൽ സ്ഥാനം നേടുന്നവരും തപിച്ച നരകത്തിൽ കത്തിയെറിയുന്നവരും ഒരിക്കലും ഒരുപോലെയാവുക സാധ്യമല്ലല്ലോ. അഥവാ ജീവിതത്തിന് നേർക്ക് വ്യത്യസ്തങ്ങളായ സമീപനങ്ങൾ പുലർത്തുന്നവരുടെ പര്യവസാനം തീർച്ചയായും ഭിന്നമായിരിക്കുമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും സമമാവുക സാധ്യമല്ല. വിശ്വാസിയ ജീവനുള്ളതിനോടും അവിശ്വാസിയ മൃതശരീരത്തോടും പടച്ചറപ്പ് ഉപമിച്ചിരിക്കുകയാണ്. ബുദ്ധിയും ബോധവും ഗ്രഹണശേഷിയും ഒക്കെ വികാരവും ഒക്കെ ഉള്ളവനാണ് വിശ്വാസി എന്ന് പറയുന്നത്. നന്മതിന്മകൾ വിവേചിക്കുവാൻ അവന്റെ മനസ്സാക്ഷി തന്നെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരെ മറിച്ച് നിഷേധത്തിലും കാപട്യത്തിലും പക്ഷപാതിത്വത്തിലും ഒക്കെ ആണ്ടുപോയവന്റെ സ്ഥിതി ചേതനയറ്റ മൃതശരീരങ്ങളെ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ അറിയണം പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വ്യത്യസ്ത തരം പ്രശ്നങ്ങളിൽ, ജീവിതം കടന്നു പോകുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിൽ, വ്യക്തി ജീവിതമായാലും കുടുംബജീവിതമായാലും നമ്മുടെ ധാർമ്മിക രംഗങ്ങളായാലും അവിടങ്ങളിലൊക്കെയും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുളിർ നൽകുന്ന, നമുക്ക് തണൽ നൽകുന്ന, നമുക്ക് ശീതള ഛായ നൽകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ദീൻ എന്ന് പറയുന്നത്. അതിന് പുറത്തുള്ളതൊക്കെ അത് മതങ്ങളുടെ പേരിലാണെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിലാണെങ്കിലും അത് മുഴുവനും ചുട്ടുകൊള്ളുന്ന പൊരിവയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചുട്ടുകൊള്ളുന്ന പൊരിവയിലിൽ കിടന്ന് നട്ടം തിരിയുന്ന മനുഷ്യർക്ക് പ്രിയമുള്ളവരെ ഒരൽപ്പം തണൽ ലഭിക്കേണ്ടത്, ഒരൽപ്പം കുളിർ ലഭിക്കേണ്ടത് അല്ലാഹുവിന്റെ ദീനിൽ നിന്നാണ്. തണൽ ലഭിക്കുന്ന നമ്മളിൽ നിന്നാണ്. പടച്ചറബിന്റെ ശീതള ഛായയിലേക്ക് അവരെ നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവർ കൂടിയാണ് നമ്മൾ. ചേതനയറ്റ് മൃതമായി കിടക്കുന്ന മനുഷ്യ മനസ്സുകൾക്ക് ജീവൻ നൽകാൻ വിശ്വാസ സമൂഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യർ എന്ന നിലക്ക് അല്ലാഹുവിന്റെ അടുത്ത് നമ്മളൊക്കെ കേവലം ഫഖീറുകൾ മാത്രമാണ്. പടച്ചവനാണ് സ്വയം സ്തുത്യർഹനും എല്ലാത്തിനും കഴിവുള്ളവനും. വല്ലാഹു ഹുവൽ വലിയുൽ ഹമീദ്, നിരാശ്രയനായിട്ടുള്ളവൻ പടച്ചറബ് മാത്രമാണ്. മനുഷ്യരെ, നിങ്ങൾ
അള്ളാഹുവിന്റെ ആശ്രിതർ മാത്രവും പടച്ചവനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം ഈ ഭൂമിയിൽ സകല നിങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മുതൽ റൂഹ് പിരിയുന്ന നേരം വരെയും അള്ളാഹുവിനെ ആശ്രയിച്ച് മാത്രം നിലകൊള്ളേണ്ടവരുമാണ്. നിങ്ങൾക്ക് ആവശ്യമായ അന്നവും വെള്ളവും വായുവും വെളിച്ചവും ഒക്കെ മറ്റെല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത് പടച്ച റബ്ബാണെങ്കിൽ ആ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നത് അതിനോടുള്ള ഒരു മാന്യമായ നിലപാടായി മനസ്സിലാക്കണം എന്നാണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന റബ്ബ് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുകൂടി പടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് നമ്മൾ അൽ ഇസ്ലാം എന്ന് നമ്മൾ പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദീനിന്റെ പൂർത്തീകരണമാണ് സാധിച്ചിട്ടുള്ളത്. ആ പൂർത്തീകരിക്കപ്പെട്ട ദീനിനെ അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ ഖുത്ബത്തുൽ വിദാഇൽ നമ്മെ ഏൽപ്പിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതൊന്നും പരിഗണിക്കാതെ ദുനിയാവിന്റെ സൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ടും മനം മയങ്ങിക്കൊണ്ടും ജീവിക്കുന്ന അനേക മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ ദീനിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പടച്ചവൻ നൽകിയ ഈ ജീവിത സൗകര്യങ്ങളുടെ പേരിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഔദാര്യമായ പടച്ചവന്റെ ദീനാകുന്ന ഔദാര്യത്തിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുന്നിൽ ഞാനും നിങ്ങളുമൊക്കെ ഉത്തരവാദികളായി തീരും. പടച്ച റബ്ബ് നമുക്ക് ഈ ദീൻ നൽകിയിട്ടുള്ളത് സ്വന്തം ജീവിതത്തിൽ ഈ ദീൻ പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതം ഈ ആദർശത്തിന്റെ സാക്ഷ്യമായി തീരുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ദീൻ എന്തൊക്കെ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയാണ്. അതിനുള്ള കേൾപ്പ് നമ്മൾ ആർജിക്കണം. പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെ വെടിയണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ അത് എപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതിന്റെ പരിസരത്ത് പോലും എടുക്കാതെ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് മൂലമുള്ള എല്ലാ ദുനിയാവിലെ നഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് അത് വളരെ സന്തോഷത്തോടു കൂടി സഹിച്ചുകൊണ്ട് ആ അരുതായ്മകളിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള ആത്മശേഷി നമ്മൾ ആർജിക്കണം. അഥവാ വ്യക്തി ജീവിതം അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷ്യമാകണം. നമ്മുടെ കുടുംബ ജീവിതത്തിലും ഈ ദീനിന്റെ നന്മകൾ നമ്മൾ പ്രയോഗവൽക്കരിക്കണം എന്ന് മാത്രമല്ല, മനുഷ്യ ജീവിതം കടന്നു പോകുന്ന സകല മേഖലകളിലും അള്ളാഹുവിന്റെ ദീനിന്റെ നന്മകൾ നിലനിർത്താനുള്ള പരിശ്രമങ്ങളാണ് വിശ്വാസികളെ നമുക്ക് ലഭിക്കേണ്ടത്. ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങളോട് നമ്മൾ ഏറ്റുമുട്ടേണ്ടത്, അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങളെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ഇസ്ലാമിന്റെ നന്മകളെ നമ്മുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന് മുന്നിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ നല്ല ഏറ്റവും മനോഹരമായ അനുഭവിച്ചറിവ് സമൂഹത്തിൽ നൽകിക്കൊണ്ടായിരിക്കണം. പടച്ച റബ്ബ് ഈ ദീനിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. സ്വന്തം ജീവിതത്തിൽ ഈ ദീനിനെ പ്രയോഗവൽക്കരിക്കാനും സമൂഹത്തിൽ ഇതിന്റെ റെപ്രസെന്റേഷൻ നിർവഹിക്കുവാനും ഇതിന്റെ പ്രതിനിധാനം നിർവഹിക്കുവാനും അതുവഴി നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാ മുർസലുകളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീകളുടെയും ഒക്കെ കൂടെ ഉൾപ്പെടുത്തുവാനുള്ള ആ ഒരു അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. വമയുദ്ദില്ലാഹ വറസൂലഹു ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പടച്ചവനെ ഞങ്ങളെ നീ ഹിദായത്തിന്റെ നിന്റെ സിറാത്തുൽ മുസ്തഖീമിലുള്ള വഴി നടത്തണം. ഏറ്റവും ചുരുങ്ങിയത് 17 തവണ ഒരു ദിവസം അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, പടച്ചവനെ ഞങ്ങളെ നീ നേരായ വഴിയിലൂടെ നയിക്കണം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിലൂടെ ഞങ്ങളെ വഴി നടത്തണം. ആ സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിന്റെ വിശദീകരണമായി നമ്മൾ പറയുന്നത്, പടച്ചവനെ നീ വഴികേടിലാകുന്ന വഴിയല്ല, സിറാത്തല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്, വഴികേടിലായവരുടെ വഴിയല്ല. വഴി അറിയാൻ അവസരം ലഭിച്ചിട്ടും വഴിയിൽ നിന്നും മാറി സഞ്ചരിച്ചവരുടെ വഴിയുമല്ല നമുക്ക് വേണ്ടത്. ആ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ പറയുമ്പോൾ പടച്ചവനോട് നമ്മൾ ആവശ്യപ്പെടുന്ന സിറാത്തുൽ മുസ്തഖീമിന്റെ വിശദീകരണമായി കൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അംബിയാ മുർസലുകളാണ്. ഈ ഹുദൈയുടെ സബീലിൽ സഞ്ചരിച്ച അതിന്റെ ആദ്യ കണ്ണി എന്ന് പറയുന്നത് അംബിയാ മുർസലുകളാണ്. പിന്നെ സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീകളുമാണ്. അവർ പോയ വഴി തന്നെയാണ് നമുക്കും പോകേണ്ടത് എന്ന് പടച്ചവനോട് നമ്മൾ പറയുമ്പോൾ അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ, വൈരുദ്ധ്യങ്ങൾ, വിള്ളലുകൾ, വിടവുകൾ നികത്താനും അതുപോലെ തന്നെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള ജാഗ്രതയോടുകൂടിയുള്ള പരിശ്രമങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. പ്രാർത്ഥനയും പരിശ്രമവും ചേരുമ്പോഴാണ് പടച്ചവന്റെ തൗഫീഖ് അതിനോട് കൂടെ ഉണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഈ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹ സൗഭാഗ്യമായ ഈ ദീനിന്റെ നന്മകളെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും സമൂഹത്തിൽ അതിന്റെ പ്രതിനിധാനം നിർവഹിക്കുവാനും അങ്ങനെ അംബിയാ മുർസലുകളുടെ ചര്യയിൽ നിന്നുകൊണ്ട് ഇഖാമത്തുദ്ദീനിന്റെ മാർഗത്തിൽ ജീവിതത്തെ സമർപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അർഹമുർ റഹീമിനായ തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.
الحمد لله الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام. صلى الله على من لا نبي بعده وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين واجعلنا معهم يا أرحم الراحمين. أيها الإخوان والأخوات، أوصيكم ونفسي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. وارض اللهم عن خلفائه الراشدين وعن أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم وجمل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي إليها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم أجرنا من خزي الدنيا وعذاب الآخرة. توفنا وأهلنا مسلمين والحقنا بالصالحين. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم اعتقنا واهلنا من النار وادخلنا الجنة يا رب العالمين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منهم يا ارحم الراحمين. اللهم انصر اخواننا في فلسطين. اللهم انصر اخواننا في غزة. اللهم يسر امورهم. اللهم اشف امراضهم. اللهم تقبل شهداءهم. اللهم ارحم اولادهم. اللهم دمر اعداءك واعداءهم يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.